സുരേഷേ, ആ നീ ആ തുറവൂരിൽ ഒരു സാധനം മേടിച്ച് വെച്ചോ. ഞാൻ ചേർത്തല് നിൽക്കാം. അവിടെ ബസ് സ്റ്റാൻഡ് കൊടുത്താൽ മതി. ആ കാണാം. ഓക്കെ ഓക്കെ. ചേട്ടാ തിരുവനന്തപുരം പോവോ? തിരുവനന്തപുരം പോകുന്ന? തിരുവനന്തപുരം അവിടെ തന്നെ ഉണ്ടാവും. അതല്ല, ഈ ബസ് തിരുവനന്തപുരം പോകുന്നാണ് ചോദിച്ചത്. ആ ബസ് തിരുവനന്തപുരം പോകും. ചില കാലത്ത് വരെ ഇറങ്ങും. തിരുവനന്തപുരം പോകും, കോഴിക്കോട് പോകും, ബാക്കിയുള്ള തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 616 മാള ചെങ്ങമനാട് എരവത്തൂര് ഏതെങ്കിലും വഴി മാള 616 ചെങ്ങമനാട് എരവത്തൂര് വഴി ഏതെങ്കിലും വഴി മാള 616 വണ്ടി ഉടൻ പുറപ്പെടുന്നു. ആരാ മനസ്സിലായി? ചാർജ് എടുക്കാൻ വേണ്ടി ചാർജ് അടിക്കാന്നാ പറഞ്ഞപ്പോ പേടിച്ചു പോയി ഞാൻ. ചാർജർ ഉപയോഗം കഴിഞ്ഞിട്ട് തിരിച്ച് തന്നോട്ടാ. ചാർജ് ചെയ്തിട്ട് എനിക്ക് തരണം. സാറേ ഞാൻ ഈ ചാർജ് എടുക്കാൻ വേണ്ടി വന്നതല്ല, കണ്ടക്ടറായിട്ട് ചാർജ് എടുക്കാൻ വേണ്ടി വന്നത്. ആണാ? ഞാൻ വിചാരിച്ചു പോലെ രജനീകാന്തിയായിട്ട് ചാർജ് എടുക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ ഊഴപ്പാളിയിലെ അതെ, ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വൈറ്റ് പെയിന്റും ബ്ലാക്ക് അതിനുള്ളിൽ കാക്കിയും. എന്ത് പനിയാണ് കിട്ടണേ? ഇത് പൂമേ ഈ പൂമ തന്നെ ദിനേശ. എടാ ഈ കട്ടറും കുണ്ടും കുഴിയുള്ള റോട്ടിക്കൂടി പൊടിയും പണ്ടാറും ചെളിയൊക്കെ ഉള്ള റോട്ടിക്കൂടി ഓടാൻ വേണ്ടിയിട്ടാണ് നീ വെള്ള പാൻറ്റും കറുത്ത പൂമയുടെ ഷർട്ടും അതിൻ്റെ പുറത്ത് രജനീകാന്ത് ഇട്ടേക്കണ പോലെ. ബസ് മൊത്തത്തിൽ നഷ്ടത്തിലാണെന്നുള്ളത് ഞാൻ PSC പരീക്ഷയ്ക്ക് എഴുതാൻ പോയപ്പോൾ പറഞ്ഞു. ആ നഷ്ടത്തിൽ വേറെ നഷ്ടം ഉണ്ടാവും. കാരണം എന്താ? ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയുടെ പോസ്റ്ററൊക്കെ അല്ലേ ഇതിന്റെ പുറത്ത് ഒട്ടിച്ചിട്ട് പോണ. പിന്നെ എങ്ങനെ നഷ്ടത്തിൽ ഓടാതിരിക്കണേ? അപ്പോൾ എന്തായാലും ഞാൻ സന്തോഷത്തോടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നാണ്. സാറിന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. ചാർജ് എടുക്കാൻ വേണ്ടി വന്നാണ്. ചാർജ് എടുക്കാൻ വേണ്ടി വന്നു. ചാർജ് എടുത്തോ? പക്ഷെ നീ എന്റെ ചാർജ് എടുക്കാൻ നിൽക്കരുത്. ചാർജ് എടുക്കാൻ നിൽക്കരുത്. എന്റെ ചാറേ ഞാൻ പറയും. അല്ല സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നമുക്കൊരു എല്ലാവരും ഒരു കണ്ടക്ടറിന്റെ അനുഗ്രഹം പ്രത്യേകിച്ച് വാങ്ങിച്ചോളണമെന്ന് അമ്മച്ചി വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാണ്. ആദ്യമായിട്ടാണ് എനിക്ക് ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ജോലി കിട്ടുന്നത്. അതെ, നീ ചാർജ് എടുത്തോ. ഈ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് പണി ഉണ്ടാക്കരുത്. ഇല്ല പറഞ്ഞ മനസ്സിലായ? പിന്നെ ഇല്ലെന്ന് പറഞ്ഞാ? അല്ല സാറിന് മറ്റേ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല. അതായത് നീ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ബെല്ലടിച്ച് വണ്ടി നിർത്തരുത്. എനിക്ക് അനങ്ങും മരങ്ങും വെച്ച് ഔട്ടാനും പിടിക്കാനൊന്നും നേരമില്ല. സാറേ ഞാൻ ആവശ്യമില്ലാത്ത സ്ഥലത്ത് മാത്രമല്ല, ഞാൻ ഒരു സ്ഥലത്തും ബെല്ലടിക്കില്ല. ബെല്ലടിക്കണം. ബെല്ലടിക്കാറുണ്ടാ? നീ ബെല്ലടിക്കാറുണ്ടാ? എന്നാ പിന്നെ നിന്റെ ഞാൻ ആദ്യമായിട്ട് ചാർജ് എടുക്കണല്ലേ, നമുക്കൊന്ന് നിന്റെ പേർക്ക് ബെല്ലടിക്കാം. ഓക്കെ, അത് ഞാൻ ഏറ്റു. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. ആട്ടാൻ ഞാൻ എന്താണ് ഈ ഉഴുന്ന അങ്ങനെ ആട്ടാനല്ല പറഞ്ഞ. അതിരിക്കട്ടെ. അതെ അതെ അതെ, അതിരിക്കട്ടെ. നീ ഇതിനു മുമ്പ് എന്തായിരുന്നു? എവിടെയായിരുന്നു? ഞാൻ ഇതിനു മുമ്പ് സാറേ ചീട്ടെടുക്കലായിരുന്നു പരിപാടി. ചീട്ടെടുക്കൽ എവിടെ? നീ ഡോക്ടറുടെ കൂടെ? ഒപ്പിയല്ല, ഔട്ട് പേഷ്യന്റ് പോലെ. പിന്നെ തത്തനെ കൊണ്ട് ചീട്ടെടുപ്പില്ല. തത്തനെ കൊണ്ട്? അത് ശരി. പറഞ്ഞെടുക്കുകയും ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ഭാവി ഭൂതമൊക്കെ പറയും. ഭാവി ഭൂതമൊക്കെ തത്ത പറയും. നീ എന്ത് പറയും? ഞാൻ വർത്താനം പറയും. അത് ശരി. നീ കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട. എന്താണ് നിന്റെ? സാറ് ഞാൻ വേറെ കാര്യം ചോദിച്ചു. സാറ് ശരിക്കും എത്ര നാളായി ഇതിൽ ഡ്രൈവിങ് തുടങ്ങി? എത്ര വർഷമായിരുന്നു? ഞാൻ 3ാം ക്ലാസ്സിൽ വണ്ടി കയറിയതാണ്. 3ാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിൽ ലൈസൻസ് കിട്ടിയപ്പാ? പിന്നെ അപ്പന്റെ ലാംബിയുടെ പുറകിൽ ഇങ്ങനെ ലൈസൻസ് എന്തിനാണ്? 3ാം ക്ലാസ്സിൽ ഞാൻ വണ്ടി കയറിയാന്ന്. അങ്ങനെ പിന്നെ ഞാനേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അട്രാക്ഷനുള്ള കാണുന്നത് മറ്റേ ഓർഡിനറി സിനിമയില്ലേ സാറേ, കുഞ്ചാക്കോവനും അതിൽ കണ്ടക്ടറാണല്ലോ, ബിജു മേനോന്റെ സ്ഥാനത്താണ് ഇപ്പൊ സാറ്. ഞാനത് ഭയങ്കര എനിക്ക് ഇഷ്ടമായിട്ട് ഞാനങ്ങനെയാണ് ഇതിന് PSC ടെസ്റ്റ് ചെയ്യാൻ വന്നത്. സാറേ ഈ സാലറി ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ? സാലറി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇതിൻ്റെ അകത്ത് വരേണ്ട കാര്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ ഈ വണ്ടി കഴിയണ ക്ലീനറായിരുന്നു. നമ്മുടെ ആന വണ്ടി കഴിയണ ക്ലീനർ വേണമല്ലോ. അത്രയും ചെള്ളയും കുഴിയും കൊണ്ടുകൂടിയൊക്കെ ഉള്ള അവിടെ ഉള്ളത്. അപ്പോൾ ക്ലീനർ ഞാൻ ഒരു സമയത്ത് ഒരു നേരം വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ട്രിപ്പ് ഓടുന്നതിന് മുമ്പ് ഞാൻ വണ്ടി കഴുകി ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച് വന്നപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടായി. ഒറ്റ എടുക്കുക വണ്ടി അങ്ങോട്ട് ചാടിപ്പോയി. ഞാൻ ചാടി കയറി നിന്ന് ഡ്രൈവ് ചെയ്ത് അന്നോട്ട് ഇന്ന് വരെ ഞാൻ ഡ്രൈവറാണ്. അല്ലാണ്ട് ഇതിന് ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. സാലറി ഇങ്ങനെ കിട്ടും തുടക്കം തന്നെ? സാലറി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് 5000 സ്റ്റാർട്ടിങ് 5000? അപ്പൊ സെക്കൻഡും ഫോർത്തും തേർഡൊക്കെ ഒരുപാട് സാലറി ഉണ്ടാവില്ല സാറിന്?
ഇവന് എവിടെ നിന്നാ വന്ന് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ആദ്യത്തെ മാസം കിട്ടുന്നത് 5000. പിന്നെ അവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ്, സ്റ്റെബിലൈസർ, സ്റ്റാറ്റിസ്റ്റ് ഇങ്ങനെ പോവും. ഇംഗ്ലീഷൊക്കെ അറിയാലോ സാറിന്. പിന്നെ അത് പഠിച്ചു പോയതാണ്, നിവൃത്തിയിലുണ്ട്. ക്ഷീണം തോന്നിക്കണം. ഇന്നലെ വല്ല ഉറക്കം തന്നെ സാർ. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. ഇന്നലെ ഓട്ടം തന്നെ. ഓട്ടം എന്ന് പറഞ്ഞാൽ നിർത്താതെ ഓട്ടം. ഇന്നലെ ഇന്നലെ ഹർത്താലായിരുന്നു സാറ്. സാറ് എവിടെ കിടന്ന് ഓടിയത്? സാർ എന്തെന്നൊക്കെയാണ് ഈ പറയുന്നത്? എടാ ഈ ഹർത്താൽ സമയത്തല്ലേ നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം കൂടുതൽ. എടാ ഹർത്താൽ വെറുതെ ഇരിക്കണല്ലേ? ഞാൻ വണ്ടി ഓടിയ കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ ഹർത്താൽ സമയത്ത് ചീട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ ഓടിച്ചപ്പോൾ ഓടിയ കാര്യം പറഞ്ഞു. എന്തൊരു ഓട്ടോ ഞാൻ ഓടിയത്. അല്ലാണ്ട് സമയത്ത് അങ്ങനെ ഓടിയാണല്ലോ. അല്ല പിന്നെ സാറേ, ആ ഞാൻ ഈ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടറായിട്ടാണല്ലോ സിനിമയിൽ വന്നത്. പോവാ. അപ്പൊ അതുപോലെ ഇതുണ്ട്. വളരെ നല്ല ആഗ്രഹമാണ്. താരാ സാറേ വരുന്നത്? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പാറക്കടവ് മാള ഏതെങ്കിലും വഴി എരവത്തൂര്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പാറക്കടവ് മാള ഏതെങ്കിലും വഴി എരവത്തൂര്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പാറക്കടവ് മാള ഏതെങ്കിലും. ശേഷം മാസ്റ്റർ സാറേ, ഈ ആൾക്കാരുടെ ഇടക്കിടന്ന് ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോലെ കാര്യമുണ്ട്. സാറിന് അവിടെ മൈക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അതെ, കറണ്ട് ഇല്ല, അതുകൊണ്ട് മൈക്ക് വർക്ക് ചെയ്യണില്ല. മോളിൽ നിന്നുള്ള ഓർഡറാണ്, നാട്ടുകാരെ ഒന്ന് അറിയിക്കുന്നത്. അതുകൊണ്ട് വിളിച്ച് പറയണം. അത് കാര്യം ഓക്കെ സാറേ, ഒരു 10-30 പേര് അവിടെ നിൽക്കുന്നുണ്ട്, പാവങ്ങൾ. അവരൊന്നും അറിഞ്ഞിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞേക്കും. ശരി, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അതെ, അവര് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല. ഹിന്ദിക്കാരാ, ആന്ധ്രക്കാരാ. അത് ഹിന്ദി പറ. ഹിന്ദി എൻ്റെ പട്ടി പറയും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ശേഷം മാസ്റ്ററാ പോയത്. മാസ്റ്ററിന്റെ അവസ്ഥ ഒറ്റ ഭാഷ അറിയാൻ പാടുള്ളൂ, മലയാളം മാത്രം. മീൻകറി ഊണേ, മീൻകറി ഊണേ, മീൻകറി ഊണേ, മീൻകറി ഊണേ. മീൻകറി പോണാ? എവിടെ പോണു മീൻകറി? മീൻകറി പോണെന്നല്ല, പിന്നെ മീൻകറി ഊണ്. നല്ല അടിപൊളി മീനാണ്. വരാല് വരാല്. വേണ്ട, ഞാൻ ഭക്ഷണം കഴിച്ച. ചേട്ടാ, ഒരു മീൻകറി ഊണും ചാർജ് എടുത്തുള്ള പൈസ കിട്ടിയില്ല. വിശപ്പില്ലടോ. വിശപ്പില്ലേ? എന്നത് ഇതൊന്ന് കഴിച്ചു നോക്ക്. നല്ല അടിപൊളി, ഇതൊരു നല്ല പ്രേക്ഷപ്പം മരുന്നാണിത്. തൈലം ഇതങ്ങടെ തേനി ചാലിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലേ വിശപ്പ്. തേനീച്ചല്ല, തേനിൽ ചാലിച്ച് ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിലേ ചോറ് നല്ല 4 പറ ചോറിന് തിന്നും. വേണ്ട, ഇതൊന്നും കഴിച്ചാൽ ശരിയല്ലോ. വേണ്ട, എനിക്ക് വേണ്ട. സാറിന് വേണ്ടെങ്കിൽ വേണ്ട, വീട്ടിൽ കൊണ്ട് ഭാര്യ കൊടുക്കുന്നേ. ഭാര്യക്ക്? ആ, എടാ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. എന്നാ പിന്നെ നമ്മുടെ അടുത്ത് ഒരു നല്ല അടിപൊളി കുട്ടിയുണ്ട്. എൻ്റെ ഭാര്യയുടെ അനിയത്തി. സാറിന് ചേരും. 32 വയസ്സ്. കാണാൻ നല്ല ചരക്കാണ്. ഭാര്യയുടെ അനിയത്തി. സാറിന് ചേരും. ആണോ? സാമ്പത്തികമായിട്ട് അത്ര ശരിയൊന്നുമല്ല അത്. ഞാനിപ്പോ സാറാ സാമ്പത്തികമായിട്ട്. എന്നാ പിന്നെ ഇതിൽ നല്ല നമ്മുടെ മറ്റേ കാരുണ്യ ലോട്ടറി ടിക്കറ്റ് ഉണ്ടെന്നേ. അടിച്ചു കഴിഞ്ഞ് 1.5 കോടി പറഞ്ഞു കൊടുക്കട്ടെ. സാറിന് എടുക്കട്ടെ? അടിച്ചു കഴിഞ്ഞാൽ അടിച്ചില്ലെങ്കിലാ താൻ അത് അടിക്കണമെങ്കിൽ തനിക്കിട്ട് ഞാൻ അടിക്കും. പോയ അവിടെ നിന്ന്. വേണ്ടെങ്കിൽ വേണ്ട, നല്ലൊരു കാര്യം പറഞ്ഞു. വില ബസ്സിൽ ചീറിപ്പാനും തന്നെ നെഞ്ചത്ത് കൂടി കയറുമ്പോ പോയാ അങ്ങോട്ട്. പക്ഷെ അടിച്ചു കഴിഞ്ഞാ താൻ അടിക്കാൻ നിൽക്കണ്ട. പറഞ്ഞതേ ഉള്ളൂ. താൻ വണ്ടി എപ്പോഴാണ് കയറുന്ന ടൈം? ഞാൻ സാറെ എപ്പോൾ കയറുന്ന അതിന്റെ പുറകെ ഞാൻ കയറിയിരിക്കും. തന്റെ കല്യാണം കഴിഞ്ഞാ? നമുക്ക് പോകാല്ലേ സാറേ? എവിടെ പോവാൻ? വണ്ടി എടുത്ത് പോവാൻ? അതവിടെ നിൽക്കട്ടെ, അത് സാധനം വരട്ടെ, എന്നിട്ട് പോവാ. ഞാൻ താൻ ചോദിച്ചതിന് ഉത്തരം പറ. ഏതാണ്? തന്റെ കല്യാണം കഴിഞ്ഞാ? കല്യാണം കഴിഞ്ഞില്ല സാറ് പറ്റും നോക്ക്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള സാധനമാണ്. അപ്പൊ തനിക്ക് പെണ്ണ് വേണ്ടേ? ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ തന്റെ അനിയന്. താൻ ആദ്യം തന്റെ കല്യാണം നോക്കാണ്ട് സ്റ്റാറ്റസിനെ നോക്ക്. എന്റെ പൊന്നു സാറേ, ഞാൻ പറഞ്ഞ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകാൻ പറ്റിയ നമ്മുടെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. സ്റ്റാറ്റസ് ഉണ്ടല്ലോ, നിലക്കും വിലക്കും. തന്റെ വീട്ടിൽ ആർക്കുണ്ട്? വീട്ടില് അച്ഛൻ പാറമടയിൽ പാറ പൊട്ടിക്കണം. പിന്നെ അമ്മയുണ്ട്, അമ്മ കലവറയിൽ കട പൊട്ടിക്കണം. അനിയൻ അമ്പലത്തിൽ പടക്കം പൊട്ടിക്കണം. പറ്റിയൊരു പെണ്ണുണ്ട്. എന്താ ജോലി? ജോലി മാല പൊട്ടിക്കല്. നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടിച്ചോളൂ, അടിപൊളി ഫാമിലി ആയിരിക്കും. അപ്പൊ ഞാനും ഇനി എന്തായാലും പൊട്ടിക്കാൻ നാട്ടുകാർ പൊട്ടിച്ചോളൂ. സാറേ, ഈ ട്രാൻസ്പോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് വന്നേനല്ല. അപ്പൊ അതിന്റെ രീതികളൊക്കെ ഒന്ന് സാറൊന്ന് പറഞ്ഞു അങ്ങനെ. അത് ഞാൻ പഠിപ്പിക്കാൻ തന്നെ പഠിപ്പിക്കാണ്ട് തന്നെ ബസ് കയറ്റില്ല. അതായത് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ജോലിക്കാരെന്ന് പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കണ്ടാൽ നമ്മളെ കണ്ട കാർക്കിച്ച് തുപ്പണം. ജനങ്ങൾ കണ്ടാൽ നമ്മളും കാർച്ചു കണ്ടല്ലേ? വെറുതെ ബസ്സിൽ കയറുന്നതിന് മുമ്പ് തുപ്പണല്ലേ? അത് ജനങ്ങളെ അങ്ങോട്ട് വെറുപ്പിക്കണം നമ്മൾ. അതായത് ഇപ്പൊ നമ്മൾ എത്ര തിരക്കാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കയറുന്ന ആൾക്കാരോട് ഭയങ്കര റഷായിട്ട് പെരുമാറണം. മറ്റേ കണ്ടക്ടറുടെ സീറ്റിലിരിക്കുന്ന അവൻ ഏത് വികലാംഗനാണെങ്കിലും അവനെ വിളിച്ച് അവൻ്റെ തെറി അവനെ അമ്മക്ക് മുത്തിക്കൊക്കെ പറഞ്ഞ് അവനെ എഴുന്നേപ്പിച്ച് തൂക്കി നിർത്തി അവനെ നിൽക്കുമ്പോണ്ട, അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോണ്ടല്ല, ഒരു ഹാപ്പിയാണ് നമുക്ക്. ഭയങ്കര മോശമല്ല സാർ ഇതൊക്കെ.
താൻ ഈ ട്രാൻസ്പോർട്ടിൽ പറ്റിയ ആളല്ല കേട്ടാ. തബല പല പുഞ്ചിരി ബസ്സിൻ്റെയും കണ്ടക്ടറാണ് എനിക്ക് നല്ലത്. എടോ നമ്മൾ KSRTC ബസ്സിൻ്റെ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ഭയങ്കര തണ്ടും തടിയുള്ള ആളുകളായിരിക്കണം. ആരെങ്കിലും ഡാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോടാ എന്ന് പറയണം. കേട്ടറാ പോടാ. ആയല്ലേ ആയി വന്നിട്ട് ഞാൻ ഒരുപാടാകണ്ട സാർ നമുക്ക് പോയാലോ അങ്ങോട്ട് എടോ പോകാൻ വരട്ടെ, ഇത് സാധനം വരട്ടെ എന്നിട്ട് പോവാ. താൻ തിരക്ക് കുടിക്കില്ലേ? അത് യാത്രക്കാർക്കില്ല തിരക്ക്. ആ സാധനം വരട്ടെ കേട്ടാ. കണ്ട ഓരോ താനേ എന്തിപ്പോ ബസ്സിലേക്ക് എറിഞ്ഞത്? സാറേ ടൗലിട്ടതാണ്. ടവലിട്ട് എന്തിനാ? അല്ല ടൗലിട്ട് ആ സീറ്റ് എൻ്റെ ഉള്ള ടൗലിട്ട് സീറ്റ് ബുക്ക് ചെയ്ത് ടവലിട്ട ഇനി ആ സീറ്റ് ഉണ്ട് തന്റെ സീറ്റ്. ആ എൻ്റെ സീറ്റ് ടവലിട്ട തന്റെ സ്വന്തം സീറ്റാണ്. പിന്നല്ലാണ്ട്. താൻ തന്റെ പെണ്ണുമ്പിളുടെ സാരി കൊണ്ടിട്ട് ആ ബസ് മേലോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് ഇട്ട്. അപ്പൊ ആ ബസ് കംപ്ലീറ്റ് തന്റെ ആവുമല്ലോ. സാറെ താലികെട്ട ഭാര്യ പോലും സ്വന്തമുള്ള പിന്നെയാണ് ഇത്. ആ സാറേ ഈ റോഡ് ഏതാ? ഈ റോഡ് ഇവിടെ അല്ലല്ലോ, ഈ റോഡ് തമിഴ്നാട്ടിലല്ലേ. എൻ്റെ സാറ് അതല്ല ചോദിച്ചത്. ഇപ്പൊ പോകൂലേ വണ്ടി പോകൂലേ? വണ്ടി പോവും സാറേ എണ്ണേ പുതിയ റോട്ടിൽ ഒന്ന് ഇറക്കണം. പുതിയ റോട്ടിൽ എനിക്ക് അവിടെ ഇറങ്ങാനല്ലേ. പുതിയ റോഡില്ല. ആ പുതിയ റോട്ടിൽ അതിന്റെ ഇപ്പത്തെ ഒരു പഴയ റോഡ് അവിടെ പറ്റില്ല എനിക്ക്. അതല്ല സാറേ വീടടുത്താണ്. പുതിയ റോഡിലെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ നിർത്താനൊന്നും പറഞ്ഞില്ല. ഞാൻ അതിന്റെ കണ്ടക്ടർ. സാറല്ല കണ്ടക്ടർ. സാറേ പുതിയ റോഡിൽ ഒന്ന് പുതിയ സ്റ്റോപ്പിന്റെ ഡ്രൈവർ ഞാനെങ്ങനെ നിർത്തുന്നത്? സാറൊന്ന് ബെല്ലടിച്ചാൽ മതി, പുള്ളി നിർത്തിക്കോളും. പുള്ളി കേൾക്കാതെ അടിക്കണം. സാറൊരു കാര്യം ചെയ്യും, ആ പുതിയ റോഡ് എത്തുമ്പോ പതുക്കെ ബെല്ലടിച്ചാൽ മതി. ഞാൻ അവിടെ അഡ്ജസ്റ്റ് ആക്കാൻ ഇറങ്ങിക്കോളാം. ഞാൻ സമയമില്ല സാറേ. ആ സീറ്റ് പോയി. വെറുതെ കൗണ്ടർ അടിക്കാൻ. ഈ ടവലിട്ടിട്ട് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ട് എല്ലാ ബസ്സിലും. പുറത്തുനിന്ന് ഇട്ടിട്ട് അവർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വന്തം ടവലിടൊന്നും ശരിയല്ലോ. പണ്ട് ശ്രീശാന്തി ഇതുപോലെ ഒരു ടവലെടുത്ത് പുറത്തേക്ക് ഇട്ടതാണ്. ഇപ്പൊ ജയിലിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയി പോയി. പണി കിട്ടിയത്. ഇവനൊക്കെ എനിക്ക് പോകാന്ന് പറഞ്ഞിട്ട് സാധനം വരണ്ട്. ഞാൻ എങ്ങനെയാണ് പോകാന്? സാറ് കുറേ സാധനം വരാൻ എന്താണെന്നറിയാമോ? ഞാൻ ആദ്യമായിട്ട് ഒരു ചാർജ് എടുക്കുമ്പോൾ നമുക്കൊരു പ്രസരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ പുത്തൻ ആച്ചിയും പരപ്പുറം തുറക്കും എന്നൊക്കെ പറയല്ലോ. എനിക്ക് ഇങ്ങോട്ട് കണ്ടക്ടർ ആയാൽ മതി. എനിക്ക് KSRTC ബസ്സിൽ KSRTC അങ്ങനെയാണല്ലോ. എല്ലാ പുതിയ മന്ത്രിമാര് വന്നാലും അവർ പരപ്പുറം അങ്ങ് തുറക്കും. കുറച്ച് കഴിയുമ്പോൾ ബസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അവരും പോവും. എല്ലാവരും അങ്ങനെയാണല്ലോ KSRTC വരുന്നത്. ഞാൻ പുതിയത് വാങ്ങിച്ചാണ്. അത് ശരി. വീട്ടിൽ നിന്നുണ്ടെന്ന് പറയുന്നത് ഗവൺമെന്റ് ഒന്നല്ലേ? ഗവൺമെന്റ് എന്നാണെങ്കിലും ഓടിച്ചോളല്ലേ. ഇലക്ട്രോണിക്സ് ആവശ്യമുള്ള സാധനം. ഈ സാധനമൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാ. എന്തിനാ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തലക്കിട്ടടിക്കാൻ. അല്ല ടിക്കറ്റ് അതിന് മുമ്പ് പല അനുഭവങ്ങളുള്ളതാണ്. ടിക്കറ്റ് മാത്രമല്ല അതിന്റെ കൂടെ. ഹലോ ഹലോ സാറേ. ആ എന്താ പൊന്ന? എന്താ സാറേ ഈ കോന്നിക്ക് പോകുന്ന ബസ് എവിടെയാ കിടക്കുന്നത്? കോന്നിയാണോ? കോന്നി മോനടാ ചക്കരയടാ. അതെ അപ്പുറത്ത് കഴിയിട്ടേക്കണ ബസ് ഉണ്ടാ. ആ ബസ് ആ കബൂർ ബസിന്റെ അപ്പുറത്ത് കഴിയിട്ടേക്കണ പൊന്ന. അതിന് പോ. അതാണ് ആ കോന്നിക്ക് പോണേ. അതാണ് കോന്നി. അതാണ് കോന്നി. അയ്യോ എനിക്ക് തോന്നി. ആണല്ലേ? ആ പൊക്കോ. അയ്യോ ഓടല്ലേ പൊന്നടാ, ഓടല്ലേ. പിടിച്ചിക്കണേ സാറേ. എടാ എന്താണ് ഇത്? സാറല്ലേ കുറച്ച് നേരത്ത് പറഞ്ഞത് യാത്രക്കാരെ ചീത്ത വിളിക്കണം, തെറി പറയണം, അവരെ എഴുന്നേപ്പറ്റി ഒരു പെണ്ണ് വന്നു വെച്ചപ്പോൾ സാറിൻ്റെ വായുന്നത് തേരും പാലം കൊണ്ട് ഒഴുകിയല്ലോ അങ്ങോട്ട്. യാത്രക്കാര് കുഴപ്പമില്ല. പക്ഷെ നമ്മള് സ്ത്രീകളോട് അത് കാണിക്കണം. നമുക്ക് സ്ത്രീകളോട് എന്ത് കാണിക്കണം? ഈ വരണ്ട് ഉണങ്ങിയ ബസ്സിൽ കയറുമ്പോ അല്പം ഒരു മരുഭൂമിയിൽ മഴ പോലെ നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ നമ്മൾ എന്തിനോട് വെറുതെ ചീത്ത പറയണം? അതാണ്. ഇതുവരെ കല്യാണം കല്യാണം. നമസ്കാരം. ആ നമസ്കാരം. ഈ തൃശ്ശൂർക്ക് പോണ വഴി തൃശ്ശൂർ റൂട്ട് ഇവിടുന്ന് പാലക്കാട് റൂട്ട് പോവാം, നമ്മൾ ഷൊർണൂർ റൂട്ട് പോവാം. ഇവിടുന്ന് നമ്മൾ നേരെ കയറി ആലുവ, ചാലക്കുടി ലെഫ്റ്റ് പാലം കയറാണ്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് തൃശ്ശൂർ. ആലപ്പുഴക്കാണെങ്കിൽ നമുക്ക് എറണാകുളത്താണെങ്കിൽ എറണാകുളം, ചേർത്തല നേരെ ആലപ്പുഴ. പിന്നെ മറ്റേ ചങ്ങനാശ്ശേരി വഴി പോകാം. എങ്ങനെ? ചങ്ങനാശ്ശേരി അല്ല, എനിക്ക് ചേർത്തല വഴി ഇത് കറക്റ്റ്. അപ്പൊ കോതമംഗലം പോവാണെങ്കിൽ എങ്ങനെ? കോതമംഗലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വൈറ്റില തൃപ്പൂണിത്തുറ കട്ട് ചെയ്ത് നേരെ അവിടെ നിന്ന് ചോറ്റാനിക്കര അല്ല വേറൊന്നുമല്ല. എന്റെ കൂട്ടുകാരനെ കുറച്ച് കലിപ്പാണ്. അപ്പൊ എന്നോട് വഴി ചോദിച്ചു. അത് തെറ്റിക്കഴിഞ്ഞ് എന്റെ കോതമംഗലം അവ ഇടിച്ച് കലക്കും. അതുകൊണ്ടത് ഉറപ്പാക്കാൻ വേണ്ടി വന്നാണ്. നിങ്ങൾക്കാകുമ്പോ കറക്റ്റായിട്ട് അറിയൂല. നിങ്ങള് ഡ്രൈവർ കണ്ടക്ടർ ഞാന് അറിയാല്ലേ? ക്ലിയർ ആയി ആണല്ലേ? ഇതാണ് നീ വഴി ചോദിക്കാൻ വേണ്ടി, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അവര് കണ്ടക്ടറിനോടും ഡ്രൈവറോടും വന്ന് സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രശ്നം. സാർ മദ്യപിച്ച് വണ്ടി ഓടിക്കാറുണ്ട് സാറേ? സത്യം പറയണം. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹമാണ്. സാറ് മദ്യപിച്ച് വണ്ടി ഓടിക്കാറുണ്ട്? ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കാറുണ്ട്. മദ്യപിച്ച് ഇതുവരെ
വണ്ടി ഓടിച്ചിട്ടില്ല. അത് മണമുണ്ട്. ആ കിട്ടി. രാവിലെ ഒരു അപ്പറ്റൈസർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? പിന്നെ ഉച്ചക്കൂണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അപ്പൊ തുടങ്ങും സാർ. പിന്നെ ഉച്ചക്കൂണ് കഴിക്കണം. ചക്കിക്കൊത്തര ചങ്കരൻ താനുണ്ടോ? അത് ശരി, തുടങ്ങിയിട്ടുള്ളതല്ലേ? നമ്മള് കലക്കൂ. സാറേ നമുക്ക് പോവാ സാറേ. കഥകൾ പറഞ്ഞു എടോ പോകാന്ന് പറഞ്ഞ സാധനം വരണ്ട എങ്ങനെ പോണേ? എടോ നമ്മുടെ ഈ KSRTC ജീവനക്കാരുടെ കഥ ഉണ്ടല്ലോ, സിനിമ വരെയായില്ലേ? ഏത് സിനിമ? എടോ ഓർഡിനറി സിനിമ ആയില്ലേ? ഓർഡിനറിയാ, ഞങ്ങളുടെ 3 പ്രാവശ്യം കണ്ടു. അതില് നമ്മുടെ ബിജുക്കുട്ടൻ അഭിനയിച്ച ബിജുക്കുട്ടനല്ല, ബിജു മേനോൻ. ഞാൻ ബിജുക്കുട്ടൻ എന്ന് വിളിക്കുന്നത്. സ്നേഹം കൂടുമ്പോൾ ബിജുക്കുട്ടൻ എന്ന് വിളിക്കും. അറിയോ സാറായിട്ട്? പിന്നെ സ്നേഹം കൂടുമ്പോൾ ബിജുക്കുട്ടൻ എന്ന് വിളിക്കും. പിന്നെ ദേഷ്യം വരുമ്പോൾ ബിജു രാധാകൃഷ്ണൻ എന്ന് വിളിക്കും. ഡയറക്ടർ എൻ്റെ പുറകെ നടന്നല്ലേ എന്ന്. ഭാഷയൊക്കെ പിന്നെ അവനെ എൻ്റെ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് സത്യം തന്നെ സാറാണോ ഭാഷ പറഞ്ഞു കൊടുത്ത? ആ പിന്നെ നമ്മുടെ ഡയറക്ടർ പറയുന്നത് സാറ് ചിലപ്പോൾ മുമ്പേ നടന്നുകൊണ്ടായിരിക്കും, അല്ല സാറിന്റെ പുറകെയൊക്കെ. പിന്നെ അവസാനം ഡയറക്ടർ വന്ന് പറഞ്ഞു അത് വന്ന് വൈകിട്ട് വന്ന് ചെയ്തു തരണം സാർ. ഓ തന്നെ വൈകിട്ട് വന്ന് എന്ത് ചെയ്തു തരണം? എന്ത് പറയണ? വൈകിട്ട് വന്ന് ചെയ്തു തരണം. വൈകിട്ട് വന്ന് ചെയ്ത് കൊടുക്കാൻ കട്ടിൽ വെക്കണം വൈകിട്ട്. എന്തൊക്കെ സാർ നോണ പറയില്ല. അവിടെ എന്തൊരു ബഹളം? അത് ബഹളമൊന്നും യാത്രക്കാര് തിരക്ക് പിടിക്കണേ പോവാന്ന് പറഞ്ഞിട്ട് അവന്മാര് കാണുന്ന തരപടി യാത്രക്കാർ വരാം, ഞങ്ങൾ വരാം. നീ പോടാ, നീ യാത്രക്കാർ പോടാ. എടാ നിനക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതിയാ KSRTC. അല്ലെങ്കിൽ നീ ഓർഡിനറിക്ക് പോടാ, ഓർഡിനറിക്ക് പോടാ പട്ടികളെ. എന്താണത്? ഓർഡിനറി കിട്ടി. അത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ സാറിന്? എക്സ്ക്യൂസ് മീ, ആരാ ഇതിന്റെ ബസ്സിന്റെ ഡ്രൈവർ? ഒരു സൗകര്യം ഇല്ലല്ലോ എവിടെ ബസ്സിൽ. എനിക്ക് ഇപ്പൊ കോതമംഗലം, എൻ്റെ ഫ്രണ്ട് കോതമംഗലം പോയി. എനിക്ക് 1 മണിക്കൂർ കോതമംഗലം പോണ്ട. ഒരു ബസ്സിൽ ഒരു സീറ്റ് പോലും ഇല്ലല്ലോ. ഇത് ബസ്സിൽ സീറ്റ് ഇല്ലേ? എന്താ ഇരുന്ന് പോകാൻ പറ്റില്ല? ഇത് സൗകര്യം, എനിക്ക് സീറ്റ് വേണം. എനിക്ക് സീറ്റ് വേണം. ആ നിർബന്ധമാണ്. എന്നറിയാമോ, ഈ KSRTC എന്ത് ഒരു വൃത്തിയില്ല, എന്ത് കഷ്ടമാണ്. ഒരു സീറ്റ് ഇരുന്ന് പോകാൻ പോലും. ആരാ എന്റെ ഡ്രൈവർ? കാറിന് KSRTC ഗവൺമെന്റ്, മനസ്സിലായല്ലോ. എനിക്ക് KSRTC തന്നെ പോകണം. ഇരുന്ന് പോകണം. എനിക്ക് സൗകര്യമില്ല കാറിന് പോകാൻ. സീറ്റില്ലല്ലേ ബസ്സിൽ? സാർ സീറ്റ് അല്ലേ? സീറ്റ് വേണം. സീറ്റ് ഇരുന്ന് പോകണം. സീറ്റ് ഞാൻ കൊടുക്കാം സാർ. ഞാൻ ഡ്രൈവർ വിചാരിച്ചാ സീറ്റ് കൊടുക്കാൻ പറ്റില്ല. അതല്ലേ എങ്ങനെയുണ്ട്? അയ്യോ കൈ പോയി. ഇനി സാറിന് സീറ്റ് കിട്ടും. അതിനകത്ത് വികലാംഗർ എന്ന് പറഞ്ഞ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. സീറ്റ് അവിടെ പോയിരുന്നു. ചെല്ലി അയ്യോ നീ മേലിന് സീറ്റ് പിന്നെ അവന് സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു കോഴിനെ പോലും ഇങ്ങനെ അറുത്ത് കഴിക്കാൻ പറ്റില്ല. ഉറുമ്പിനെ പോലും നോക്കിയാൽ പറ്റില്ല. ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണം? ജോലി കിട്ടിയാൽ പിന്നെ KSRTC എന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറായിരിക്കണം. ആരും തെറി പറയാനും ആരും ചവിട്ടി തുപ്പാനും ആരും നെഞ്ചത്തോട്ട് വണ്ടി കയറ്റാനുള്ള തൻ്റെ ഇടം വേണം. അതാണ് KSRTC ഡ്രൈവറുടെയും. ആളുകൾ നിറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോവാം. ആളുകൾ ബസ്സിൽ നിറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോവാം. എനിക്ക് കണ്ടിട്ട് പോകാന്ന് പറയാനായിട്ട് സാധനം വരണേ ഇങ്ങോട്ട്. താൻ കുറേ നേരമല്ല ആളുകൾ പറഞ്ഞ് പോകാന്ന് പറയണത്. സാറിന് അത്ര ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സാധനം മേടിച്ചു തരാം. പോണ വഴിക്ക് എവിടെന്നെങ്കിലും. എന്ത് സാധനം? മറ്റേതല്ലേ? മറ്റേതാ? പിന്നെ അതെന്റെ ഓൾറെഡി വണ്ടിയുടെ അടി ഇരിപ്പുണ്ട്. പിന്നെ എന്നിട്ട് അതല്ല, പിന്നെ എടോ എന്റെ അപ്പുറത്തെ ബസ്സില്ലേ, നേരത്തെ പോയ ബസ്, പാലക്കാട് പോയ ആ ബസ്സിന്റെ കണ്ടക്ടറുടെ സീറ്റ് വേറെ ആൾ വന്നിരുന്നു പറഞ്ഞ കണ്ടക്ടർ എനിക്ക് ആ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഡ്രൈവർ സീറ്റ് ഊരി ആ വണ്ടിയിൽ പിടിപ്പിച്ച് കണ്ടക്ടർ അതിനകത്ത് ഇരുന്നിട്ടാണ് ആ വണ്ടി പോയത്. അപ്പോൾ ആ സീറ്റ് വന്നിട്ടാണ് എനിക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോകാൻ. ഞാൻ നിന്നു ഓടിക്കോ വണ്ടി?